അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, കലയുടെ വസന്തം പൂത്തെളിയുന്ന ജനിത്തിൻ്റെ വർണ്ണാഭമായ ഈ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് പ്രജാക്ഷയം തൽപരനായ ഒരു രാജാവ്. ധാരാളം വിവാദങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹ്മൂദുൽ അഫന്ദിയായിരുന്നു ആ രാജാവ്. തൻ്റെ രാജ്യത്തെ 7 പ്രവശ്യകളാക്കി പല നാട്ടുരാജാക്കന്മാർക്കും വിഭജിച്ചു നൽകി. അതിലൊരു രാജാവിന് സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. മഹ്മൂദുൽ അഫന്ദിയുമായി, അതോടെ പേര് സുഹറ, മഹ്മൂദുൽ അഫന്ദിയുമായി സുഹറയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം മഹ്മൂദുൽ അഫന്ദി നായാട്ടിനായി ദേഹമാകെ എണ്ണ തേച്ച് കൊട്ടാരം മട്ടുപാവിലൂടെ ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണം ചെയ്യാൻ അതീവ താല്പര്യം കാണിച്ചിരുന്ന മഹ്മൂദുൽ അഫന്ദിയുടെ അധരങ്ങൾ ഖുർആൻ സദാ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആലി ഇമ്രാനിലെ 26-ാമത്തെ ആയത്ത് ഓതിയപ്പോൾ മഹ്മൂദുൽ അഫന്ദിക്കൊരു സംശയം. എല്ലാ അധികാരം എടുക്കുന്നവനും നൽകുന്നവനും നീയാണെങ്കിൽ എൻ്റെ ഈ അധികാരം ഈ സെക്കൻഡിൽ നീ എങ്ങനെ ഇല്ലാതാക്കും? പെട്ടെന്ന് ഒരു പുലി ഓടി വന്നുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ മഹാരാജാവേ, കൊട്ടാര പൂമുറ്റത്തൊരു പുലി. പുലിയോ? മഹാരാജാവ് മുറ്റത്തെത്തി. ഭടന്മാർ കയ്യിലുള്ളത് വെച്ച് പുലിയെ അടിച്ചോടിക്കാൻ ശ്രമിച്ചു. പക്ഷെ പുലി പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം മഹ്മൂദുൽ അഫന്ദി തൻ്റെ ഉടവാൾ വലിച്ചൂരി പുലിയുടെ അടുക്കൽ നീങ്ങി. പെട്ടെന്ന് പുലി ഇടദൂർ നിൽക്കുന്ന ഒരു കാട്ടിലേക്ക് ഓടി. പിറകെ മഹ്മൂദുൽ അഫന്ദി കുതിര പുറത്തും. ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലി കാട്ടിൽ അപ്രത്യക്ഷനായി. ക്ഷീണം കാരണം അവിടെ കണ്ട ഒരു പാറപ്പുറത്ത് മഹ്മൂദുൽ അഫന്ദി കിടന്നുറങ്ങിപ്പോയി. അതേസമയം നമ്മുടെ സുഹറയുടെ കൊട്ടാരത്തിൽ ഒരു കളവ് നടന്നിരിക്കുന്നു. ഇതറിഞ്ഞ രാജാവ് കോപിതനായി. ആളവിടെ, 3 ദിവസത്തിനകം കള്ളനെ നമുക്ക് മുമ്പിൽ ഹാജരാക്കുവിൻ. ഇത് കേട്ട് ഭയന്ന് ഭടന്മാർ കള്ളനെ നാടാകെ തിരിഞ്ഞു. എന്നാൽ കള്ളനെ കിട്ടിയില്ല. അവസാനം തല്ല പോകുമെന്ന് ഭയന്ന് ഭടന്മാർ കള്ളനെ തിരയാൻ കാടിലേക്ക് കാട് കയറും വഴി അവിടെ ഒരു സാധനം കിടക്കുന്നത് കണ്ടു. ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയപ്പോൾ ദേഹമൊക്കെ എണ്ണ തേച്ച് ഒരു മനുഷ്യൻ പാറപ്പുറത്ത് സുഖമായി കിടന്നുറങ്ങുന്നു. കള്ളനാണെന്ന് കരുതി മഹ്മൂദുൽ അഫന്ദിയെ പിടിച്ചു കെട്ടി ആരും അറിയാതെ കൊട്ടാരത്തിലെത്തിച്ചു. ആരും അറിയാതെ വിചാരണ ചെയ്തു. 2 കൈകളും വെട്ടിമാറ്റി വേദന കൊണ്ട് മധുരമോറം സ്ഥലത്തിൽ തടവറയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു മഹ്മൂദുൽ അഫന്ദി. അതിലാകൃഷ്ടയായ സുഹറ അദ്ദേഹത്തെ തൻ്റെ ഉസ്താദായി ലഭിക്കാൻ ആഗ്രഹിച്ചു. തൻ്റെ ഭാവി വരനാണെന്ന് പോലും അറിയാതെ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. ഒരു ദിവസം ഉസ്താദ് ഖുർആൻ ക്ലാസ് എടുക്കുന്നതിനിടെ ആലി ഇമ്രാനിലെ 26-ാമത്തെ ആയത്ത് ഓതി കൊടുത്തപ്പോൾ ഉസ്താദ് ബോധരഹിതനായി വീണു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അത് മഹ്മൂദുൽ അഫന്ദിയാണെന്ന് അവൾക്ക് മനസ്സിലായത്. ഒരു കള്ളനും വികലാംഗനുമായ ഒരാളെ എങ്ങനെ എൻ്റെ ഭർത്താവായി ലഭിക്കുമെന്ന് ആലോചിച്ച് അവൾ ഭ്രാന്തിയെ പോലെ അഭിനയിച്ചു. ഒപ്പം കള്ളനെ ഭർത്താവായി ലഭിക്കാൻ വാശി പിടിച്ചു. രാജാവ് തൻ്റെ മകളുടെ വിവാഹ ജീവിതം ആലോചിച്ച് അതിന് സമ്മതിച്ചു. അന്ന് രാത്രി മഹ്മൂദുൽ അഫന്ദി താൻ ചെയ്ത പാപത്തിൻ്റെ വണ്ണം ആലോചിച്ച് മുരുകി പശ്ചാത്തപിക്കുകയായിരുന്നു. അന്ന് രാത്രി മഹ്മൂദുൽ അഫന്ദി ഉറങ്ങുമ്പോൾ അതാ കിനാവിൽ മുത്തുനബി വരുന്നു. മുത്തുനബിയോട് മഹ്മൂദുൽ അഫന്ദി തന്നെ വിഷമങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു. ഇത് കേട്ട മുത്തുനബി 2 കൈകളും നീട്ടുവാൻ ആവശ്യപ്പെട്ടു. അത്ഭുതം, മഹാത്ഭുതം! തിരുനബിയുടെ തിരുസ്പർശനമേറ്റ് 2 കൈകളും പഴയ സ്ഥിതിയിലായി. ഇതൊരാളിൽ നിന്ന് മറ്റൊരാളേക്ക്. അങ്ങനെ കൊട്ടാരമാകെ ഈ വാർത്ത പടർന്നു. അത് മഹ്മൂദുൽ അഫന്ദിയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് തന്നെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. രാജേ, അങ്ങ് എന്നോടാണ് തെറ്റ് ചെയ്തത്. പക്ഷെ ഇതൊന്നും അറിയാതെ ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോടാണ് തെറ്റ് ചെയ്തത്. അതിന് ശിക്ഷയാ എനിക്ക് ലഭിച്ചത്. പ്രിയരെ, അള്ളാഹു വിചാരിച്ചാൽ ഏത് കാര്യവും മാറി മറിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയും പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.